ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീക്കെൻഡ് ബ്ലോഗ് സീരീസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കോളേജിൽ പോകണം. അപ്പോൾ കോളേജിൽ ക്ലാസ് അല്ല, NCCയിലെ ചെറിയ ആവശ്യമായിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കോളേജിൽ പോകുന്നുണ്ട് NCCയിലെ ആവശ്യമായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നാളെ നമ്മുടെ സീനിയേഴ്സിൻ്റെ ഫെയർവെൽ കൊടുക്കാൻ ഒരു പ്ലാനുണ്ട്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പണി ഇന്ന് കാണും. അതിൻ്റെ ഒരു ബ്ലോഗ് എടുത്ത് കളയാം ഇത്. അപ്പോൾ നമുക്ക് നേരെ ഇനി കോളേജിൽ പോകാം ഗൈസ്. അങ്ങനെ കോളേജിൽ ഇപ്പം ജൂനിയേഴ്സ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഫെയർവെല്ലിന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഡെഡിക്കേഷൻ കണ്ട ഗൈസ്, വെയിലത്ത് നിന്നും കളിക്കാൻ കാണിച്ച ആ മനസ്സ് ആരും കാണാതെ പോകരുത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ചേട്ടാ ഇതൊക്കെ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമോ എന്ന്. അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ലൈബ്രറിയിലുള്ള സെമിനാർ ഹാളിലോട്ട് വന്നായിരുന്നേ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫെയർവെല്ലിന്റെ സെറ്റപ്പ് ഇവിടെയാണ് ചെയ്യാനായിട്ടുള്ളത്. ലൈറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സീനിയേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല, ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ NCC സീനിയേഴ്സിന് അടിപൊളിയായിട്ട് കൊടുക്കും. അതിന്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കണക്ഷൻ ഫുള്ള് ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ലൈറ്റ് കത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വരും. പിന്നെ കണ്ടില്ലോ ഗൈസ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ വർക്കൊക്കെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം ഇവിടെ ചെയ്താൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. കണ്ടില്ലേ? അപ്പോൾ വീഡിയോയിൽ കാണാത്ത ഒരുപാട് പേര് ഇതിന്റെ പിറകിലായിട്ട് ഓടിയിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സിന് കൊടുക്കാൻ വെച്ചിരുന്ന ആദ്യത്തെ പ്ലാനിങ് ഡെക്കറേഷൻ പരിപാടിയൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെറുതായിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഫ്ലക്സ് സെറ്റ് ചെയ്യാനായിട്ട് വന്നായിരുന്നേ. നമ്മുടെ RDക്കും TSCക്കും അങ്ങനെ ഓരോ പരിപാടിയായിട്ട് പോയി അവരുടെ ഫ്ലക്സ് ആണ് ഒക്കെ ഇത്. ഇന്നാണ് നമ്മൾ NCC സീനിയേഴ്സിന് കൊടുക്കാൻ പോകുന്ന ഫെയർവെൽ ദിവസം, അതായത് ഏപ്രിൽ 4-ാം തീയതി. അങ്ങനെ രാവിലെ വന്ന് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും എല്ലാം കൂടെ ആയിട്ട് തന്നെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ബലൂണും അതോടൊപ്പം തന്നെ ഫ്ലോർ ലൈറ്റ്സും ഒക്കെ തൂക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൽ പറയണ്ടല്ലോ, എല്ലാവരും നല്ല ആക്റ്റീവാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇന്ന് തന്നെ റാങ്ക് സെറിമണിയും പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന്റെ കൾച്ചറൽ പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരുണാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഫോൺ ആക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടേ. പിന്നെ അവിടുത്തെ നടന്നത് ഫുള്ള് ഫെയർവെല്ലിൻ്റെ ഒരു തീമായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതും പിന്നെ നമ്മുടെ സീനിയേഴ്സ് വന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഓരോ മൊമെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സിൽ വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഷോർട്സിൻ്റെ റേഷ്യോയിലാണ് എടുത്തത്, പക്ഷെ ഞാൻ ഇതിൻ്റെ റേഷ്യോയിൽ എടുത്തില്ല. പിന്നെ ഇന്നത്തെ പരിപാടിക്ക് CEO ഒക്കെ വരുമായിരുന്നു, പക്ഷേ പുള്ളി എവിടെ പോകണമെന്നുള്ളതുകൊണ്ട് വന്നിട്ടില്ല. അല്ലാതെ ഗസ്റ്റായിട്ട് നമ്മുടെ പ്രിൻസിപ്പളിനെയും ഷെജു സാറിനെയൊക്കെയാണ് ക്ഷണിച്ചത്. പിന്നെ RDക്കും TSCക്ക് പോയ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആദരവ് അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റും ഒക്കെയാണ് ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഷോർട്സിൽ പോയ ഗൈസ് ഷോർട്സിൽ കാണും. അതിൻ്റെ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഷോർട്സിൻ്റെ റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഉടനെ വരും കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിലായിട്ട് തന്നെ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിടെ ഫസ്റ്റ് തന്നെ വിളമ്പി കൊടുത്തു. എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിളമ്പാനായിട്ട് നിന്നത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് തന്നെയാണ് മെയിനായിട്ട് നിന്നത്. ഈ ഫെയർവെല്ലിന് വന്നാൽ ആരെങ്കിലും ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, ഫെയർവെൽ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഗൈസ്, അപ്പോൾ ഇപ്പം തന്നെ ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ കോളേജിൽ കയറി. അപ്പോൾ അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെല്ലാം അടിച്ച് അങ്ങനെ ഒരുപാട് നല്ല ബിസി ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഉച്ചവരെ ഫുൾ ടൈം വീഡിയോ എടുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 10 മണി തൊട്ട് ഏകദേശം ഒരു 1 മണി 1:30 വരെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ചെറിയ ഫോട്ടോസും പിന്നെ ചെറിയ ഷോർട്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പേജ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊബൈൽ ചാർജ് തീർന്നു. അതിനുശേഷമുള്ള വ്ലോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഴിച്ച് ഇറക്കുന്ന വീഡിയോ, പിന്നെ ഒരുപാട് സീനിയേഴ്സിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് തന്നെ മൊബൈൽ ചാർജ് തീർന്നായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ മൊബൈൽ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ ഡെക്കറേഷൻ സാധനങ്ങൾ അഴിക്കാനും പിന്നെ അതുകൊണ്ട് കൊടുക്കാനും അങ്ങനെ ആയിട്ട് പോയത്. വന്നപ്പോൾ തന്നെ ചാർജ് ഒരുവിധം ഫ്ലോപ്പായി. പിന്നെ ഞാൻ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചാർജ് തീർന്ന്.
അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടാ. അപ്പോൾ അവിടെ നിന്ന് വ്ളോഗൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ പിള്ളേർ ഫുള്ള് നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്കെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സ്, പിന്നെ നമ്മുടെ അവിടെ എന്നാൽ സെക്കൻഡ് ഇയേഴ്സിൽ ഉള്ള കുറേ പേര്, ഇനിയിപ്പോൾ നമ്മൾ തേർഡ് ഇയേഴ്സ് ആയി. പിന്നെ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിള്ളേർ തന്നെയാണ് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പണിയെടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല കിടിലം ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതേപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് സീനിയേഴ്സും പിന്നെ കുറച്ചൊരു അഭിപ്രായങ്ങൾ പറയുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ മൊമെൻറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സീനിയേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയേഴ്സിന് പറ്റിയില്ല. അത് നമ്മൾ അതേ തീം, അതിൻ്റെ പകുതി തീമാണ് എടുത്ത് നമ്മൾ ഇതിൽ ഫെയർവെല്ലിൽ കൊണ്ട് സെറ്റ് ചെയ്തത്. വെറും 2 ദിവസം കൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തേട്ടാ. അപ്പോൾ നമുക്കൊരു 2-3 ആഴ്ചയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാളും ഗ്രാൻഡ് പരിപാടിയാക്കുമായിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും എന്നെ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഫുൾ ടൈം വീഡിയോ എടുക്കുന്ന തിരക്കിലായിപ്പോയി. കുഴപ്പമില്ല ഗൈസ്, ഇനിയിപ്പം ക്യാമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ലോഗായിട്ട് വരും. അതിൻ്റെ അകത്തുള്ള വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ അതോടൊപ്പം ഫസ്റ്റ് ഇയേഴ്സിൽ ആരെങ്കിലും എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫോട്ടോസ് അയച്ചു തരാം, ഉണ്ടെങ്കിൽ അയച്ചു തരാം. ഒരുപാട് പേര് ഫോട്ടോ എൻ്റെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ. ഇനി അടുത്തൊരു കിടലൻ വീഡിയോ എന്ന് പറയും. ഗുഡ് ബൈ.